നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വിഷയം GDS ജോലി അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇത് അറിയണം. GDS ജോലിയെക്കുറിച്ച് ഈ ചാനലിൽ നിരവധി അഭിപ്രായങ്ങളും വിമർശനങ്ങളും വരുന്നുണ്ട്. ടാർഗറ്റ് ഉണ്ട്, ശമ്പളം കുറവാണ്, സമ്മർദ്ദമാണ്, രാജിവെച്ചു എന്നിവയൊക്കെയാണ് കൂടുതലായി കാണുന്ന അഭിപ്രായങ്ങൾ. അതിനാലാണ് ഇന്ന് ഈ വീഡിയോ എന്തിന്? GDS ജോലി അപേക്ഷിക്കുന്ന പലരും യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കാതെ വെറും സർക്കാർ ജോലി എന്ന ചിന്തയിൽ അപേക്ഷിക്കുന്നു. ജോലി ലഭിച്ചതിനു ശേഷം പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാകുന്നു. അതാണ് രാജിവെക്കാൻ വരെ കാരണമാകുന്നത്. GDS ജോലി അടിസ്ഥാന യാഥാർത്ഥ്യം. ആദ്യം തന്നെ ഒരു സത്യം പറയാം. GDS ജോലി എല്ലായിടത്തും ഒരുപോലെയല്ല. ഓരോ പോസ്റ്റ് ഓഫീസിലും വ്യത്യാസമുണ്ട്. ജോലി ചെയ്യുന്ന പ്രദേശം അനുസരിച്ചാണ് ജോലിഭാരം. BPM, ABPM എന്നിവരുടെ സമീപനം വലിയ കാരണമാണ്. ജോലി സമ്മർദ്ദം ഓഫീസ് അടിസ്ഥാനത്തിലാണ്. ചില ഓഫീസുകളിൽ ജോലി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കും. ചില ഓഫീസുകളിൽ അമിത സമ്മർദ്ദമുണ്ടാകാം. അതിനാൽ GDS ജോലിയെ ഒരേ തരത്തിൽ വിലയിരുത്താൻ കഴിയില്ല. ടാർഗറ്റ് ഉണ്ടോ? അതെ, GDS ജോലിയിൽ ടാർഗറ്റ് ഉണ്ട്. RD, TD, ഇൻഷുറൻസ്, അക്കൗണ്ട് തുറക്കൽ എന്നിവയ്ക്ക് ടാർഗറ്റുകൾ ഉണ്ടാകും. പക്ഷേ ഈ ടാർഗറ്റ് സമ്മർദ്ദം എല്ലാ ഓഫീസിലും ഒരുപോലെയല്ല. ചില BPMമാർ പ്രോത്സാഹിപ്പിക്കും, സഹായിക്കും. ചിലർ നിർബന്ധിക്കും, സമ്മർദ്ദം സൃഷ്ടിക്കും. ഇത് ജോലിയുടെ മാത്രം പ്രശ്നമല്ല, ഓഫീസ് സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്. ശമ്പളം യാഥാർത്ഥ്യം. ശമ്പളം കുറവാണ് എന്ന അഭിപ്രായവും പലരും പറയുന്നുണ്ട്. തുടക്കത്തിൽ അടിസ്ഥാന ശമ്പളം കുറവായിരിക്കും, പക്ഷേ DA ലഭിക്കും, മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. ജോലി ചെയ്യുന്ന പ്രദേശം അനുസരിച്ച് വരുമാനം മാറും. സ്ഥിരവും ഉയർന്ന ശമ്പളവും പ്രതീക്ഷിക്കുന്നവർക്ക് GDS ജോലി അനുയോജ്യമല്ല. ആളുകൾ രാജിവെക്കുന്നത് എന്തുകൊണ്ട്? രാജിവെച്ചവരുടെ പ്രധാന കാരണങ്ങൾ: തെറ്റായ പ്രതീക്ഷകൾ, സർക്കാർ ജോലി എളുപ്പമായിരിക്കും എന്ന ചിന്ത, ലോക്കൽ അന്വേഷണമില്ലായ്മ, ഓഫീസ് ജോലിഭാരം, BPMൻ്റെ സമീപനം എന്നിവ മുൻകൂട്ടി അന്വേഷിക്കാത്തത്, BPMൻ്റെ സമ്മർദ്ദം, ടാർഗറ്റ് റിപ്പോർട്ടിംഗ്, മാനസിക സമ്മർദ്ദം, ഗ്രാമീണ മേഖലയുടെ ബുദ്ധിമുട്ടുകൾ, ദൂരം, കാലാവസ്ഥ, യാത്രാ പ്രശ്നങ്ങൾ എന്നിവ. ജോലി മോശമാണെന്നല്ല, പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള പൊരുത്തക്കേടാണ് കാരണം. ആരാണ് അപേക്ഷിക്കേണ്ടത്? GDS ജോലി അനുയോജ്യമാകുന്നവർ, പുതിയ ജോലി തേടുന്നവർ, ഭാഗിക വരുമാനം ലക്ഷ്യമിടുന്നവർ, ഗ്രാമീണ പശ്ചാത്തലമുള്ളവർ, ജോലിയിൽ വഴങ്ങാൻ തയ്യാറുള്ളവർ. അനുയോജ്യമല്ലാത്തവർ: സ്ഥിരമായ ഓഫീസ് സമയമെന്ന പ്രതീക്ഷ ഉള്ളവർ, ഉയർന്ന ശമ്പളം ലക്ഷ്യമിടുന്നവർ, ഫീൽഡ് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവർ. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപേക്ഷിക്കുന്നതിന് മുൻപ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് അന്വേഷിക്കുക. BPMനോട് ജോലിഭാരം ചോദിക്കുക. ജോലി ചെയ്യുന്ന പ്രദേശവും ദൂരവും മനസ്സിലാക്കുക. കണ്ണടച്ച് അപേക്ഷിക്കരുത്. കാര്യങ്ങൾ അറിഞ്ഞ് തീരുമാനമെടുക്കുക. അഭിപ്രായങ്ങളെക്കുറിച്ച്: രാജിവെച്ചു എന്ന അഭിപ്രായങ്ങൾ അവഗണിക്കേണ്ടതില്ല. അത് അവരവരുടെ അനുഭവങ്ങളാണ്. പക്ഷേ അതെല്ലാവർക്കും ഒരുപോലെയാകണമെന്നില്ല. ഒരു അനുഭവം മാത്രം നോക്കി ജോലി മുഴുവനായും വിലയിരുത്തരുത്. സമാപനം: GDS ജോലി നല്ലതാണോ മോശമാണോ എന്ന് ജോലി ചെയ്യേണ്ട പ്രദേശം, പ്രതീക്ഷകൾ എന്നിവ അനുസരിച്ച് തീരുമാനമെടുക്കുക. അപേക്ഷിക്കുന്നതിന് മുമ്പ് ലോക്കൽ അന്വേഷണം നിർബന്ധമായും ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.